وأظلنا شهر السلام ضيف يزور بكل عام فإذا أهل هلاله في الكون ينحسر الظلام. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ നാളുകളിലാണ് നാം എത്തി നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് സക്കാത്തുൽ ഫിത്തറിനെ കുറിച്ച് അല്പം പറയുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുവാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷത്താലും അതിന് അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്ന ഉദ്ദേശത്താലും അതിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾക്ക് പരിഹാരമെന്ന നിലക്കും പെരുന്നാൾ ദിനത്തിൽ ഒരു മുസ്ലിമും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്താലും അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് നിർവഹിക്കേണ്ട ഒരാരാധന കർമ്മമാണ് സക്കാത്തുൽ ഫിത്തർ. സക്കാത്തുൽ ഫിത്തർ നൽകാൻ ബാധ്യതപ്പെട്ടവർ ആരൊക്കെയാണ്? ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിമീങ്ങളിൽപ്പെട്ട എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ചെറിയവരും വലിയവരും സ്വതന്ത്രരും അടിമയുമടങ്ങുന്ന വീട്ടിലുള്ള എല്ലാവരും സക്കാത്തുൽ ഫിത്തർ കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു ഗൃഹനാഥന് പെരുന്നാൾ ദിനത്തിൽ തനിക്കും താൻ ചെലവിന് കൊടുക്കുന്നവർക്കുമുള്ള ഭക്ഷണത്തിനുള്ളത് കഴിച്ച് ബാക്കിയുള്ളതിൽ നിന്ന് നൽകേണ്ടതാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാം. ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്തുൽ ഫിത്രി സ്വാഅം മിൻ തംറിൻ, തംറിൽ നിന്ന് ഒരു സ്വാഉം, ഔ സ്വാഅം മിൻ ശഈരിൻ, ബാർലിയിൽ നിന്നൊരു സ്വാഉം. അത് ആരുടെ മേലാണ് കൊടുക്കേണ്ടത്? അലൽ അബ്ദി വൽ ഹുർരി വദ്ദക്കരി വൽ ഉൻഥ, സ്വതന്ത്രന്റെ മേലും അതേപോലെ തന്നെ അടിമയുടെ മേലും സ്ത്രീകളുടെ മേലും പുരുഷന്മാരുടെ മേലും വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട വലിയവൻ്റെയും ചെറിയവൻ്റെ മേലും എല്ലാവരുടെയും മേൽ ബാധ്യതയാണ് സക്കാത്തുൽ ഫിത്തർ. എന്താണ് നാം സക്കാത്തുൽ ഫിത്തറായി നൽകേണ്ടത്? എത്രയാണ് കൊടുക്കേണ്ടത്? നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള നബിയുടെ അനുയായികൾ, നബിയുടെ സഹാബിമാർ, എന്താണ് അവർ സക്കാത്തുൽ ഫിത്തറായിട്ട് കൊടുത്തിരുന്നത്? വകാന തുആമന ശഈറു വസ്സബീബു വൽ അഖിതു വത്തംറു, ഞങ്ങൾ സക്കാത്തുൽ ഫിത്തറായി ബാർലിയും അതേപോലെ തന്നെ ഉണക്കമുന്തിരിയും പാൽക്കട്ടിയും കാരക്കയുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ അതൊക്കെ കൊടുക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരു സ്വാ ആയിരുന്നു സക്കാത്തായിട്ട് കൊടുത്തിരുന്നത്. എന്താണ് സ്വാ എന്ന് പറഞ്ഞാൽ? 4 മുദ്ദാണ് ഒരു സ്വാ എന്ന് പറഞ്ഞാൽ. 4 മുദ്ദ് എന്ന് പറയുമ്പോൾ ഒരു സ്വാ, ഒരു സ്വാ എന്ന് പറഞ്ഞാൽ ഏകദേശം 2 കിലോനും അതേപോലെ തന്നെ 40 ഗ്രാമുമാണ് ഒരു സ്വാ എന്ന് പറഞ്ഞാൽ. 2 കിലോഗ്രാമിലധികം വരും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ആർക്കാണ് നമ്മൾ സക്കാത്തുൽ ഫിത്തർ നൽകാൻ അർഹതപ്പെട്ടത്? അതല്ലെങ്കിൽ ആർക്കാണ് നമ്മൾ സക്കാത്തുൽ ഫിത്തർ നൽകേണ്ടത്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തുൽ ഫിത്തർ, സക്കാത്തുൽ ഫിത്തർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധമാക്കി. തുഹ്റത്തൻ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫതി, എല്ലാവിധ പാപങ്ങളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും നോമ്പുകാരനെ ശുദ്ധീകരിക്കുവാനും വതുഅമതൻ ലിൽ മസാക്കീൻ, മിസ്കീനുകൾക്ക് ഭക്ഷണമായിക്കൊണ്ടും. അപ്പോൾ നമ്മൾ ആർക്കാണ് സക്കാത്തുൽ ഫിത്തർ കൊടുക്കേണ്ടത്? അങ്ങേയറ്റം ദരിദ്രരായിട്ടുള്ള നമ്മുടെ പരിചയത്തിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള എവിടെയാണോ നമ്മൾ ജീവിച്ചിരിക്കുന്നത് അവിടെയാണ് നമ്മൾ ഏറ്റവും സക്കാത്തുൽ ഫിത്തർ കൊടുക്കാൻ അർഹതപ്പെട്ടത് എന്നുകൂടി ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴാണ് നമ്മൾ സക്കാത്തുൽ ഫിത്തർ കൊടുക്കേണ്ടത്? അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൻ അദ്ദാഹ ഖബ്ല സ്വലാത്തി ഫഹിയ സക്കാത്തുൻ മഖ്ബൂലത്തുൻ വമൻ അദ്ദാഹ ബഅദ സ്വലാത്തി ഫഹിയ സ്വദഖത്തുൻ മിനസ് സ്വദഖാത്തി. വല്ലവനും അത് നമസ്കാരത്തിന് മുമ്പ് കൊടുക്കുകയാണെങ്കിൽ, അതായത് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുമ്പായിട്ടാണ് അത് കൊടുക്കുന്നത് എങ്കിൽ അപ്പോഴാണ് സ്വീകരിക്കപ്പെടുന്ന ഒരു സക്കാത്തായിട്ട് അത് ആയി മാറുകയുള്ളൂ.
അതല്ല എങ്കിൽ നമസ്കാരത്തിന് ശേഷമാണ്, വമൻ അദ്ദാഹ ബഅദ സ്വലാഹ്, നമസ്കാരത്തിന് ശേഷമാണ് നമ്മളത് കൊടുക്കുന്നത് എങ്കിൽ ഫഹിയ സ്വദഖത്തും മിന സ്വദഖാത്ത്, അത് സ്വതക്കകളിൽപ്പെട്ട ഒരു സ്വതക്ക മാത്രമായിട്ടാണ് അത് മാറുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് നമ്മൾ സക്കാത്തുൽ ഫിത്തർ കൊടുക്കുമ്പോൾ അത് നമസ്കാരത്തിന് മുമ്പ് തന്നെ കൊടുക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുമായി വേറെയും ഹദീത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി സുഹൃത്തുക്കളെ, നമുക്ക് സക്കാത്തായിട്ട് ഭക്ഷണത്തിന് പകരമായിട്ട്, അതല്ലെങ്കിൽ ഓരോ നാട്ടിലുമുള്ള ആ ഭക്ഷണധാന്യത്തിനു പകരമായിട്ട് കാശായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും കൊടുക്കാൻ പറ്റുകയില്ല. എന്നാൽ സംഘടിതമായിട്ട് കാശ് നമ്മൾ സ്വരൂപിക്കുകയും എന്നിട്ട് അതിന് നമ്മൾ ആ നാട്ടിലുള്ള മുഖ്യ ആഹാരം ആ കാശിന് വാങ്ങുകയും എന്നിട്ട് ദരിദ്രർക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കും കൊടുക്കലാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് സക്കാത്തുൽ ഫിത്തറിനെ കുറിച്ച് ഒരു ചെറിയ രൂപം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين. وأظلنا شهر السلام ضيف يزور بكل عام فإذا أهل هلاله في الكون ينحسر الظلام في الكون ينحسر الظلام.